ഹായ്, നമ്മുടെ തിരുവോണക്കല വരുന്നത്. അപ്പോൾ ഈ അത്തം മുതൽ തിരുവോണം വരെ നമ്മൾ അത്തപ്പൂവൊക്കെ ഇടില്ല. അതിനുവേണ്ടി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊമ്പിടിയിൽ ഒരു കൃഷി ചെയ്യുന്നുണ്ട്, പൂവിൻ്റെ കൃഷി. ആ പൂന്തോട്ടവും കാഴ്ചയായിരിക്കും കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കാണാൻ പോയാലോ? പോവാം. കൊമ്പിടി ജംഗ്ഷനിൽ നിന്ന് ചാലക്കുടി റൂട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ എത്താറാകുമ്പോൾ തന്നെ കാണാം റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു മനോഹരമായിട്ടൊരു പൂന്തോട്ടം. ഏകദേശം 3-4 ഏക്കറിലാണ് കേട്ടോ ഈ പൂന്തോട്ടം അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഓണത്തിൻ്റെ മുഴുവൻ പൂക്കളും ഇവിടുന്ന് ശേഖരിച്ച് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇങ്ങനെ വലിയ ടൗണിലൊക്കെ കൊണ്ടുവച്ച് സെയിൽ ചെയ്യുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മൂന്ന് 4 തട്ടുകളായിട്ടാണ് കേട്ടോ ഈ പൂന്തോട്ടം നമ്മൾ ഇത് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഇതിൻ്റെ അടിത്തട്ടിലുള്ള പൂന്തോട്ടമാണ് ഈ കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ ഏർമാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഏർമാട നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് മാത്രം പൊതുജനങ്ങൾക്ക് ഇങ്ങനൊരു എൻട്രി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പണികളൊക്കെ നടക്കണമല്ലോ, അതിനുള്ളിൽ ഞാൻ ജസ്റ്റ് പോയി കണ്ടു എന്നുള്ളൂ. കാണാൻ വരുന്നവർക്ക് ധൈര്യപ്പെട്ട് വരാട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് നോക്കുമ്പോൾ തന്നെ കാണണ്ട അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ കേട്ടോ. ആ വിഷ്വല് പലതരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ ഒരു അതിമനോഹരമായിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നിങ്ങളെന്തായാലും ഇവിടെ ഒന്ന് വന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെയുള്ളത് ഏർമാടാണ് കേട്ടോ. കണ്ട അതിമനോഹരമായിട്ട് തന്നെ ഒരു ഏർമാടാണ് അവർ ഇങ്ങനെ ഒരു പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ സെക്യൂരിറ്റിക്കാരന് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. പക്ഷെ എന്നാലും നല്ല രസമായിട്ട് തന്നെ അവർ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഏർമാടം. ഏർമാടത്തുനിന്ന് താഴ്ത്തിക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പൂക്കൾ വിരിഞ്ഞിരിക്കണ ആ വിഷ്വല്
അടിപൊളി തന്നെയാണ്. അതിവിടെ വന്ന് തന്നെ നമ്മൾ നോക്കണം കേട്ടോ. അത്ര മനോഹരമായിട്ട് തന്നെയാണ് ഇവർ ആ പൂക്കൾ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെയാണ്.